മോൾക്ക് ഓണച്ചൊല്ലുകളെക്കുറിച്ച് അറിയാമോ? അല്ല, എന്നാ കേട്ടോളൂ. ഒന്നാമത് പറയുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം. അതായത് പണ്ട് ഇത്രയും സമ്പൽ സമൃദ്ധിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മലയാളികൾ എന്ത് ചെയ്തു? കൂട്ടുകുടുംബ വ്യവസ്ഥ നില അച്ഛന്, അപ്പൂപ്പന്, അമ്മുമ്മ, അമ്മായിമാർ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? ഓണമൊക്കെ അടുക്കുമ്പോഴെന്ത് ചെയ്യും? ഒരുപാട് അംഗസംഖ്യയൊക്കെ ഇല്ലേ വീട്ടിൽ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ആഹാര സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ, അവർക്കൊക്കെ വസ്ത്രം കൊടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ഉള്ള വസ്തു എഴുതി വിറ്റ് ഓണം ആഘോഷിക്കും. അതാണ് ഒരു ചൊല്ല്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓണത്തല്ല് എന്ന് പറഞ്ഞൊരു അതൊരു പ്രത്യേക ഒരു കളിയാണ്. പിന്നെ നമ്മൾ ഓണത്തിന് എന്ത് ചെയ്യും? ഓണസദ്യ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ലേ. അപ്പോൾ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കി നമ്മൾ സദ്യ ഒരുങ്ങി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്, അന്നത്തെ ഒരു സമത്വത്തിൻ്റെ കാലമായിരുന്നു, ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാലഘട്ടം. ഓണക്കോടിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്നിപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ടാൽ എല്ലാവരും ഓണക്കോടി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി വാങ്ങിച്ചുകൊണ്ട് തരാറില്ലേ? അതുപോലെ ഓണത്തിന് ഊഞ്ഞാലാട്ടം ഉണ്ടായിരുന്നല്ലോ, ഉണ്ടോ? അപ്പോൾ അതുപോലെ ഒരു സംഗതി അല്ലായിരുന്നോ? അത് അന്ന് ഈ കൈകൊട്ടിക്കളി തിരുവാതിരകളിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അതൊക്കെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട. ഇനി നമ്മൾ ഓണ സന്ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ നമുക്ക് മലയാളികളോട് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ട് കാശ് ധാരാളം ഉണ്ടാക്കി. ഇന്ന് നമ്മൾക്ക് സുഖസൗകര്യങ്ങൾ അത്രമാത്രം വലുതായി. പക്ഷെ നമ്മുടെ മലയാളികൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. തിരുവോണം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ വിശേഷപ്പെട്ട ഒരു ദിനം തന്നെയാണ് എന്ന് പറയുന്നു. ആഹ്ലാദത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ഒക്കെ ഒരു ദിനമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ അടുക്കള സജ്ജമായിരിക്കണം. കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഗ്രഹങ്ങളിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ഭക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തിരുവോണത്തിനാളിൽ ഒന്നും ചെയ്യാതിരുന്നിട്ട് കടകളിൽ നിന്ന് ഭക്ഷണം വരുത്തുന്ന ഒരു ശീലം ഒരിക്കലും മലയാളിക്ക് നന്നല്ല. ഇങ്ങനെ നമുക്ക് ജങ്ക് ഫുഡ്സൊക്കെ നമ്മൾ വാങ്ങി വരുത്തി ഭക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ. ഏതെല്ലാം കളറ് ചേർത്താണ്, എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ചേർത്താണ് ഈ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ വിചാരിക്കും തിരുവോണ ദിവസം നമുക്ക് എന്തുകൊണ്ട് വിശ്രമിച്ചുകൂടാ എന്നല്ലേ. പക്ഷേ അങ്ങനല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത്, നമ്മൾ സാധാരണ ദൂഷനിലയിലല്ലേ ഭക്ഷണം വിളമ്പുന്നത്. എല്ലാ കറികളുമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ നമ്മൾ വിളമ്പി, നമ്മൾ ഭക്ഷണം വിളമ്പുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് നമ്മൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, ഭഗവാനെ സങ്കല്പിച്ച് അദ്ദേഹത്തിനായിട്ട് കുറച്ച് ഭക്ഷണം നമ്മൾ സമർപ്പിക്കണം. 2, നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പിതൃക്കളുണ്ടല്ലോ അവരെ സങ്കല്പിച്ച് കുറച്ച് ഭക്ഷണം നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ അത് വിളമ്പി ശുദ്ധമായി നമ്മൾ വിളമ്പി അവർക്ക് നൽകുകയും വേണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം. കൂടാതെ അതിനു മുമ്പ് നമ്മുടെ വീട്ടുകളിൽ എത്രമാത്രം കിളികളും കാക്കകളും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില പാഠങ്ങളാണ്. അപ്പോൾ ആ കിളികൾക്കും കാക്കകൾക്കും പിന്നീടോ നമ്മൾ വളർത്തുന്ന പശു ഉണ്ട്, ആടുണ്ട്, കോഴികളുണ്ട് അല്ലേ, പിന്നെ വരുന്ന പട്ടികളൊക്കെ അല്ലേ നമ്മുടെ വീട്ടിൽ വരത്തില്ലേ, അതിനൊക്കെ ലേശം ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ഭക്ഷണം ഞങ്ങൾക്കായി തന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആഹ്ലാദമായിട്ട് കഥകൾ പറയുകയോ അല്ലെങ്കിൽ ഊഞ്ഞാലാടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോവുകയോ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ചെയ്യാം. ഇത്രയുമൊക്കെയാണ് ഓണത്തിനെ പറ്റിയുള്ള വിശേഷം.